ഈശോയുടെ ശിഷ്യന്മാരെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നല്ലോ. അങ്ങനെ ഒരു ദിവസം യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു സത്രത്തിൽ താമസിക്കാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ വലിയ സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഈശോ അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് യൂദാസ് ഇങ്ങനെ എല്ലാ ശിഷ്യന്മാരെയും തള്ളി മാറ്റിയിട്ട് ഗുരുവിന് കിടക്കാൻ സ്ഥലം വേണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒതുക്കി നിർത്തുന്നതാണ്. ഈശോ പറഞ്ഞു, സാരമില്ല, എനിക്ക് ഈ സ്ഥലം മതി. ഈശോ ഒതുങ്ങിയൊരു സ്ഥലത്തേക്ക് ഇരുന്നു. അപ്പോൾ യൂദാസ് പറഞ്ഞു, ഇല്ല, യാക്കോബ് കിടക്കുന്ന ഈ സ്ഥലം നല്ല സ്ഥലമാണ്, അവിടെ വന്ന് കിടക്കുക, അവിടെയാണ് തണുപ്പില്ലാതിരിക്കും. ഈശോ പറഞ്ഞു, സാരമില്ല യൂദാസേ, യാക്കോബ് അവിടെ കിടന്നോട്ടെ, നീ എൻ്റെ അടുത്ത് വന്ന് കിടക്ക്, എൻ്റെ ചൂടേറ്റാൽ നിനക്കൊരിക്കലും തണുക്കത്തില്ല. യൂദാസ് ഒട്ടും ഇഷ്ടമില്ലാതെ ഈശോ പറഞ്ഞത് കേട്ട് ഈശോയുടെ അടുത്ത് വന്ന് കിടന്നു. പക്ഷെ രാത്രിയായപ്പോൾ എന്തോ ശബ്ദം കേട്ട് ഈശോ ഉണർന്ന് നോക്കുമ്പോൾ കാണുന്നത് യൂദാസ് യാക്കോബിൻ്റെ അടുത്ത് നിന്ന് യാക്കോബുമായിട്ട് വഴക്കിടുകയാണ്. എന്തിനാ? ആ സ്ഥലത്ത് അവന് കിടക്കണം, യാക്കോബിനോട് ഇവിടെ നിന്ന് മാറിക്കിടക്കാൻ പറഞ്ഞു. ഈശോ ഉടനെ വിളിച്ചു ചോദിച്ചു, യൂദാസ് നീ എന്തായി കാണിക്കുന്നത്? അവനോട് കിടന്ന് ഉറങ്ങല്ലേ? യൂദാസ് പറഞ്ഞു, കർത്താവെ, ഞാൻ യാക്കോബിൻ്റെ പുതപ്പ് അങ്ങേക്ക് വാങ്ങിച്ചു തരാനും എൻ്റെ പുതപ്പ് യാക്കോബിന് കൊടുക്കാനും വേണ്ടി ഞാൻ ചോദിക്കുകയായിരുന്നു. ഈശോ പറഞ്ഞു, എന്തിനാ യൂദാസേ നീ കള്ളം പറയുന്നത്? നീ ചെയ്ത ഒരു സ്വാർത്ഥതയുടെ തെറ്റ്, ആ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി വീണ്ടും തെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈശോ യൂദാസിനെ വിളിച്ചു. യൂദാസ് ഒട്ടും ഇഷ്ടമില്ലെങ്കിലും ഈശോയുടെ അടുത്ത് വന്ന് മിണ്ടാതെ കിടന്നു. യൂദാസ് ഉറങ്ങിപ്പോയി. പക്ഷേ ഈശോയ്ക്കൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഈശോ ചിന്തിച്ചത് മുഴുവൻ മനുഷ്യരെക്കുറിച്ചാണ്. ജീവിതത്തിൽ തിന്മ ചെയ്തിട്ട് ആ തിന്മയെ മറയ്ക്കാൻ വേണ്ടി ഒരിക്കലും ആ തിന്മയെ അംഗീകരിക്കാതെ വീണ്ടും വീണ്ടും തിന്മ ചെയ്യുന്ന മനുഷ്യരെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കാം, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചില തിന്മകൾ ചെയ്തിട്ട് ആ തിന്മയെ മറയ്ക്കാൻ വേണ്ടി, ആ തിന്മകൾ ഒരിക്കലും ഏറ്റുപറയാതെ അത് മറയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കള്ളങ്ങളും തിന്മകളും ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ടോ? നമുക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം തിരുത്താൻ തയ്യാറാവാം. ഒരിക്കലും മാനസാന്തരമില്ലാതെ തിന്മയെ തുടരുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ എന്നും വിലപ്പെട്ടതാണ്. അപ്പോൾ അടുത്ത കഥയുമായി വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.